ാണ് ഇവിടെ ബീവൻ. ഇതെന്താ ബീവിനെ? കപ്പത്തണ്ട്. ഇതെല്ലാം ഇരിക്കുന്ന കപ്പത്തണ്ട് അല്ലേ? ഇതെന്തിനു വേണ്ടിയിട്ടാ? പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കപ്പത്തണ്ട്. ഇത് അരി ഇതെങ്ങനെയാ കൊടുക്കുന്നത്? നമ്മള് പൊടിച്ചു കൊടുക്കുക, അരിഞ്ഞു കൊടുക്കും അല്ലേ? അപ്പോൾ കാർഷിക പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനായിട്ട് ഓരോ തരത്തിലുള്ള യന്ത്രോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണ് ആനച്ചാൽ മേരി ലാൻഡിലെ നമ്മുടെ വീട്ടുപേരെന്താ? രാജാസദനത്തിലെ ബിബിൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. ഇപ്പം ഈ കപ്പത്തണ്ട് നമ്മൾ കന്നുകാലികൾ കൊടുക്കാനായിട്ടല്ലേ? പൊടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അത് വലിച്ച് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടർ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് അല്ലേ? ആ വളരെ വേഗത്തിലല്ലേ? ഇത് മാത്രമല്ല നല്ല പൊടിയാവും. അപ്പൊ ഇനി ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്നും ചേർക്കാൻ ഇത് വാരി കന്നുകാലികൾ കിട്ടു കൊടുത്താൽ സ്വാദോടുകൂടി അതുങ്ങൾ കഴിക്കും. ഇതുപോലെ നമുക്ക് എന്തെല്ലാം ഇങ്ങനെ പൊടിച്ചു കൊടുക്കാൻ പറ്റും? ഇത് പുല്ല് അരിയാം, വാഴപ്പിണ്ടി മാത്രം അരിയാൻ പറ്റില്ല, കൈത ചക്ക അരിയാൻ പറ്റില്ല. ശരി, കൈത അരിയാൻ പറ്റില്ല, കൈത കയറി ചുറ്റും. അപ്പൊ പുല്ല് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ പൊടി രൂപത്തിലാക്കി കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ശരി. അപ്പോ ഇവിടെ കപ്പത്തണ്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ? ഇത് വാരിയിട്ട് കൊടുക്കും. ഇത് വാരിയിട്ട് കൊടുത്തു. രാവിലെ ഒരു നേരം കൊടുക്കുള്ളൂ, ഫുൾ ടൈം കൊടുക്കില്ല, കാരണം കട്ടൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇടുക്കിയിലെ ആനച്ചാലിനടുത്ത് മേരി ലാൻഡിലെ രാജാസദനത്തില് ബിബിൻ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ ഇത്തരത്തിലുള്ള ഒരുപാട് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കാർഷിക പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുന്നത്. ഇത് മേടിച്ചതാണോ ഇവനെ? ഇത് മേടിച്ചായിരുന്നു. എത്ര രൂപ നമുക്ക് മുടക്കായിട്ടുള്ളത്? ഇതിന്റെ ഹെഡിന് മാത്രം 30,000 മുടക്ക്. അപ്പൊ അതിനകത്ത് ഒത്തിരി അക്സസറീസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ധാന്യങ്ങൾ പൊടിക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഗ്രേഡ് അനുസരിച്ച് ധാന്യങ്ങൾ പൊടിക്കാം. ശരി പറ്റും കൊടുക്കാം. പക്ഷെ അന്നേരം അതിനകത്ത് നമ്മൾ ഈ കപ്പത്തണ്ടൊക്കെ പൊടിക്കണമെങ്കിൽ ആ വരുന്ന വയറിങ് സീറ്റിംഗ് ആവില്ല. അതുകൊണ്ട് നമ്മളത് വേറെ സെപ്പറേറ്റ് വയറിംഗ് സെറ്റ് ഒക്കെ ഉണ്ടാക്കി കയറ്റണം. ലോഡ് കൂടും. ഇവിടെ ഒരു ബാറ്ററി ഇരിക്കുന്നത് എന്താ? അത് സെൽഫ് സ്റ്റാർട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് വലിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. തൊട്ടപ്പുറത്ത് വേറൊരു മെഷീൻ ഇരിക്കുന്നത് എന്താ? അത് ചക്ക അരിയുന്ന മെഷീനാണ്. ചക്ക പൊടിക്കുന്ന മെഷീൻ. ഇത് കപ്പത്തണ്ടും അതോടൊപ്പം തന്നെ പുല്ലെല്ലാം നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി കന്നുകാലികൾ കൊടുക്കാൻ കഴിയുന്ന മെഷീൻ. ഇത്തരത്തിലുള്ള ഒരുപാട് മെഷീനുകൾ മേടിക്കുകയും അതോടൊപ്പം തന്നെ കുറെ മെഷീനുകൾ നിങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടല്ലേ? ചക്കയരിയുന്ന മെഷീൻ ഡിസൈൻ ചെയ്തു. മുളക് പേറ്റുന്ന മെഷീൻ ഡിസൈൻ ചെയ്തു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇടുക്കി ജില്ലയിലെ ആനച്ചാലിനടുത്ത് മേരി ലാൻഡില് അച്ഛൻ്റെ പേര് മധുസൂദന്, താങ്കളുടെ പേര് ബിബിൻ. ഈ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.